വീട്ടിൽ പ്ലാവുണ്ടോ എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം. അപ്പം നമുക്ക് കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്ലാവില കൊണ്ടുള്ള അടിപൊളി ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീടുകളിൽ പ്ലാവ് കാണും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇടിച്ചക്കയൊക്കെയാണ് നമ്മൾ പറിക്കാറുള്ളത് അല്ലേ. പക്ഷേ ഇതിൻ്റെ ഈ ഇലകൾ കൊണ്ടുള്ള ടിപ്പുകൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇതിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി ടിപ്പുകളാണ് ഇലകൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ പ്ലാവ് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പോയി പ്ലാവിൽ പറക്കിക്കോളൂ. വളരെ നല്ല ടിപ്പുകളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഞങ്ങളുടെ പറമ്പിൽ കൂടെ ഇങ്ങനെ പ്ലാവിൽ തപ്പി നടപ്പുണ്ട് കേട്ടോ. ഈ പ്ലാവിൽ നമ്മൾ പച്ച പ്ലാവില എടുക്കരുത്, പകരം പഴുത്ത പ്ലാവില പൊഴിഞ്ഞു വീഴില്ലേ, ആ ഒരു പ്ലാവിലയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതെന്തുകൊണ്ടുള്ള ടിപ്പുകൾ എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് പ്ലാവില ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഞാൻ ഇതെല്ലാം ഒന്ന് എടുത്തതിന് ശേഷം ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കഴുകി എടുക്കണം കേട്ടോ. നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഇത് കഴുകി എടുക്കുന്നത്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾക്കായിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കുറച്ച് പ്ലാവില ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് കുറച്ചൊരു വലിയൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് ഈ പ്ലാവില കുറച്ച് കട്ട് ചെയ്തിട്ടിടാം, അല്ലെങ്കിൽ ഇത് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തന്നെ ഈ പച്ചവെള്ളത്തിൻ്റെ ഒരു കളറൊക്കെ നല്ല മാറി യെല്ലോ ഷെയ്ഡിലേക്കൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ല, നല്ലപോലെ വെട്ടിത്തിളയ്ക്കുമ്പോൾ തന്നെ ആ വെള്ളത്തിൻ്റെ കളറൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നല്ലപോലെ വെട്ടിത്തിളയ്ക്കട്ടെ. ഇനി നമുക്ക് അത് തിളയ്ക്കുന്ന നേരം കൂടെ കുറച്ച് നല്ല ടിപ്പുകളോട് കാണിച്ചു തരാം. അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കണ്ടില്ലേ, ഞാനൊരു ചെറിയൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബൗളിലേക്ക് ഒരു പ്ലാവില ഒന്ന് കഴുകി എടുത്തിട്ട് ഇതേ രീതിയിൽ കൈ വെച്ചിട്ടൊന്ന് ഞെവിടിയെടുക്കുക. നമുക്ക് വേണേൽ മിക്സിയിൽ കുറച്ച് പ്ലാവില എടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പൊടിച്ചെടുത്ത് വെക്കുവാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ പെട്ടെന്നായതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ചെറുതായിട്ട് ഇതിൻ്റെ ഇലകളെല്ലാം നല്ലപോലെ തരിതരിയായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കല്ലുപ്പാണ് വേണ്ടത്. 1/2 ടീസ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കല്ലുപ്പ് നിങ്ങളൊന്ന് പൊടിച്ചിടുന്നതാണ് നല്ലത് കേട്ടോ. കല്ലുപ്പ് നല്ല കട്ടിക്കിരിക്കുന്ന കാരണം കല്ലുപ്പൊന്ന് പൊടിച്ചിടുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഞാനിത് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടിട്ട് കല്ലുപ്പിൻ്റെ കൂടെ അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട്, നമ്മുടെ കുട്ടികൾക്കൊക്കെ എപ്പോഴും പല്ലുവേദന, വായ്നാറ്റം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എത്ര പല്ല് തേച്ചാലും ഉള്ള കുട്ടികൾ, അതുപോലെ തന്നെ വായ്നാറ്റം, ഈ പല്ല് മോണയൊക്കെ പഴുക്കുന്നതോ മോണം മുറിഞ്ഞിട്ടുണ്ടെങ്കിലോ ഒക്കെ ഒരുപാട് വായിക്കത്ത് ഒത്തിരി പ്രശ്നങ്ങൾ കുട്ടികൾക്ക് വരും. അപ്പോൾ അതുകൊണ്ടത് പല്ല് തേപ്പിച്ചിട്ട് നോക്കും. നല്ലപോലെ പല്ല് വെട്ടിത്തിളങ്ങാനും അതുപോലെ തന്നെ ആ ബാഡ് സ്മെല്ല് വായിൽ എല്ലാം പോകാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പ്രത്യേകിച്ച് പാനൊന്നും ചൂടാക്കേണ്ട കാര്യമില്ല. നമ്മളൊക്കെ ദോശയൊക്കെ ചുട്ട് കഴിയുമ്പോഴത്തേക്കും 2 പ്ലാവില എടുത്തുകൊണ്ട് ഓടി വരിക. എന്നിട്ട് ആ പ്ലാവില നമ്മുടെ ആ ഒരു പാനിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. പൊള്ളുന്ന രീതിയിലൊന്നും ചൂടാക്കി എടുക്കരുത്. ഒരുമാതിരി നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ചൂട് കാണുമല്ലോ, ആ ഒരു ചൂടിൽ ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ കൈവേദന, കാലുവേദന, അതുപോലെ നമ്മുടെ കാലിൻ്റെ അവിടെയൊക്കെ നീര് വരുന്നതൊക്കെ ഉണ്ടെങ്കിലും പെട്ടെന്ന് നമുക്കിതൊന്ന് ചൂടാക്കിയിട്ട് നിങ്ങളൊന്ന് വെച്ച് കൊടുത്ത് നോക്കുക. കാലിൻ്റെ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ചിലപ്പോൾ നീരൊക്കെ വരും. നമുക്ക് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഒരു നീര് പോലെ, കുറേ നടന്ന് കഴിയുമ്പോൾ ഒക്കെ നീര് പോലെയും അതുപോലെ വീര് പോലെ മറ്റേ ചതവും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഈ 2 പ്ലാവില എടുത്ത് ചൂടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചാൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ ആ വേദന മാറുന്നതായിരിക്കും കേട്ടോ. കുട്ടികൾക്കാണെങ്കിൽ ഒന്ന് വീണ് കഴിയുമ്പോഴത്തേക്ക് ചതവൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ചെറിയ ചൂടാക്കുക. അതിനുശേഷം ഇങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ വേദന മാറാൻ സഹായിക്കുക. അതുപോലെ കൈക്ക് വേദന ഉണ്ടെങ്കിൽ കയ്യിൽ ഇതുപോലെ ഒന്ന് ചുറ്റി വെക്കുക. ചുറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒരു തുണിയും കൊണ്ടൊന്ന് ചുറ്റി വെച്ചാൽ മാത്രം മതി. നല്ലപോലെ നീര് കുറയാനും വേദന മാറാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മൾ ആ തിളപ്പിക്കാൻ വെച്ച വെള്ളം നല്ലപോലെ തിളച്ചിട്ട് അതിൻ്റെ സത്തെല്ലാം ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നല്ലൊരു കളർ വ്യത്യാസം നിങ്ങൾക്ക് ആ വെള്ളത്തിൽ കാണുമ്പോൾ മനസ്സിലാവും. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ടിപ്സുകൾ ചെയ്യാൻ പറ്റും കേട്ടോ. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ ഒരു വെള്ളം കണ്ടില്ല, അതിൻ്റെ കളർ കണ്ടില്ല, നമ്മൾ കട്ടൻ ചായ വെക്കുന്ന അതേ കളറിലാണ് നമുക്ക് ഈ ഒരു വെള്ളം കിട്ടുന്നത് കണ്ടോ. എന്നിട്ട് ഇതിലേക്ക് കല്ലുപ്പിട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ കല്ലുപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുട്ടികൾക്ക് പല്ല് തേച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും പല്ല് തേക്കുന്ന പല്ലുവേദനയൊക്കെ വരുന്ന സമയത്തും നമുക്ക് വായി കവക്കൊള്ളാൻ വേണ്ടി കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ വായ്നാറ്റം മാറാൻ നല്ലതാണ്. ആദ്യം ചെയ്തതും അത് നല്ലതാണ്. പല്ല് തേക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ മാവില കൊണ്ടൊക്കെ നമ്മൾ പല്ല് തേക്കാറില്ലേ, അതേ ഒരു രീതി തന്നെയാണ് ഈ പ്ലാവില കൊണ്ടും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കല്ലുപ്പിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വായി കവക്കൊള്ളുവാണെങ്കിൽ വായ്നാറ്റം ഉണ്ടാകത്തില്ല.
അതുപോലെ മോണ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് എല്ലാവരും കുട്ടികൾക്കൊക്കെ ഇതൊന്ന് ചെയ്ത് കൊടുത്ത് നോക്കിയിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തിട്ട് കല്ലുപ്പിടാൻ മറക്കരുത്. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ആ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളത്തെ ആ ചെറു ചൂടോടുകൂടി തന്നെ ഞാൻ ഒരു വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ വിനാഗിരി ഒഴിക്കുക. അതുപോലെ അളവിൽ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഇടുന്ന ഷർട്ടിനിടയിലൊക്കെ എല്ലാവരും ഇതിടും, ബനിയനൊക്കെ ഇടുമല്ലോ. അപ്പോൾ ആ ബനിയനിലായിരിക്കും കൂടുതൽ വേർപ്പൊക്കെ പിടിക്കുന്നത്. അന്നപ്പോൾ ബനിയൻ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ആ ബെന്നിൻ്റെ ആ കഷത്തിൻ്റെ ഭാഗമൊക്കെ ഭയങ്കര മഞ്ഞ കളർ പോലെ കറ പിടിച്ച പോലെ അങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ ചെറിയ ചെറിയ കരിമ്പം വരികയൊക്കെ ചെയ്യും. അപ്പോഴത്തേക്കും അത് അത്ര ബാഡ് സ്മെല്ല് ഇരുന്നാൽ എത്ര കടിക്കാലും ആ വിയർപ്പിൻ്റെ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണല്ലോ, അതെല്ലാം അതിൽ തന്നെ തങ്ങി നിൽക്കുകയും ചെയ്യും. അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ആ ബനിയനൊക്കെ ഇങ്ങനെ മുക്കി വെക്കുവാണെങ്കിൽ ആ ഒരു സ്മെല്ലും ഉണ്ടാകത്തില്ല, ചെറിയ ചെറിയ കറകൾ പോകുന്നതുമാണ്, ആ കരിമ്പനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറുന്നതുമാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം. ഈ ഒരു വെള്ളത്തിൽ ഇതുപോലെ ചെയ്താൽ മാത്രം മതി. ആ വിയർപ്പ് നാറ്റം ഉണ്ടാകത്തേ ഇല്ല. ഇങ്ങനത്തെ ഷർട്ടുകളൊക്കെ ഇങ്ങനെയൊന്ന് മുക്കി വെക്കണം. വിയർപ്പ് നാറ്റത്തിൻ്റെ ഒരു ഇത് ഉണ്ടാകത്തേ ഇല്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാണ്ട് ആ വെള്ളത്തിൻ്റെ കളർ കണ്ടില്ലേ, സോപ്പൊന്നും ഇടാതെ തന്നെ ആ കളറിൻ്റെ ഒരു ചെളിയും അഴുക്കും എല്ലാം നല്ല പോയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. ഇനി അടുത്ത ടിപ്പ്, അതേ പാത്രത്തിൽ തന്നെ കുറച്ച് ഞാൻ ഈ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ പ്ലാവിലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂണ് നമ്മുടെ കോൾഗേറ്റാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിൽ അധികം എടുക്കാത്ത ഗ്ലാസ്സുകൾ, പിന്നെ ഗ്ലാസ് ബോട്ടിൽസുകൾ, അതുപോലെ ജഗ് ഒക്കെ നമ്മൾ എപ്പോഴും എടുക്കാറില്ല അല്ലേ. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ കളറെല്ലാം മങ്ങിയിട്ട് വരുമ്പോൾ അത് പൂത്തതുപോലെയൊക്കെ ഇരിക്കും. അപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് കോൾഗേറ്റ് ഇട്ടിട്ട് നിങ്ങൾ കുറച്ച് നേരം ഇതൊന്ന് അങ്ങനെ തന്നെ ഇട്ട് വെക്കുക. അതിനുശേഷം ഒരു ഇതുപോലെ സ്ക്രബ്ബർ എടുത്തിട്ട് കുറച്ച് പേസ്റ്റ് കൂടെ നാക്കിയതിന് ശേഷം നിങ്ങളൊന്ന് തേച്ച് കഴുകി നോക്കൂ. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ആ ഒരു പ്ലാവിലയുടെ ആ വെള്ളത്തിൽ ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഒരു ക്ലീനിങ് ഏജൻറ്റാണ്. ആ പ്ലാവിലയും കൊണ്ട് നമ്മൾ പാത്രം കഴുകുവാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇതൊന്നൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കും, നല്ലതാണ്. വെളിയിൽ നിന്നൊക്കെ ഇത് മേടിച്ച് ഉപയോഗിക്കുന്നതിന് ഭേദം ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല കാശ് മുടക്കൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പ്ലാവില എല്ലാവരുടെ വീട്ടിലും പ്ലാവില ഉള്ളത് കാരണം അത് മാത്രം മതി നമുക്ക്. കണ്ടിട്ട് നമ്മുടെ ഗ്ലാസ് ബോട്ടിലൊക്കെ നല്ല വെട്ടി തിളങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലൊക്കെ ചെയ്ത് നോക്കിയാൽ മതി. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. അപ്പോൾ ഇത് കണ്ടിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബൗളിലേക്ക് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂണോളം അടുത്ത് വിനാഗിരിയും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഇതെന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ പെറ്റ് പെരുകി വരുന്ന എലിശല്യം പല്ലിശല്യം ഒക്കെ മാറാൻ വളരെ നല്ലതാണ് പ്ലാവില കൊണ്ട് കേട്ടോ. പ്ലാവിലയിൽ എന്ത് നമ്മൾ ചെയ്ത് വെച്ചാലും എലികൾ അതെടുക്കുമെന്ന് ഉറപ്പാണ്. എന്നിട്ട് നമുക്ക് അതിലേക്ക് നിങ്ങളുടെ വീട്ടിൽ സോപ്പ് പൊടി ഉണ്ടെങ്കിൽ സോപ്പ് പൊടി എടുക്കാം, അല്ലെങ്കിൽ സബീന പൊടി ഉണ്ടെങ്കിൽ സബീന പൊടി എടുക്കാം. ഇപ്പം ഞാനിവിടെ സബീന പൊടിയാണ് എടുത്തിരിക്കുന്നത്. സബീന പൊടി എന്താണെന്ന് പലരും എനിക്ക് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ട്. എല്ലാ ഷോപ്പുകളിൽ കിട്ടും സബീന പൊടി എന്ന് പറഞ്ഞാൽ മതി. പാത്രം കഴുകുന്ന ഒരു പൊടിയാണ് കേട്ടോ, നല്ലതാണത്. അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ആ സബീന പൊടി എന്നെടുത്ത് ഇതുപോലൊന്ന് കലക്കിയതിന് ശേഷം ബ്രെഡിൻ്റെ അംശങ്ങൾ എന്തായാലും നമ്മുടെ വീട്ടിൽ ബിസ്ക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അത് ഒഴിച്ച് വെച്ച് നോക്കും, നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. എലികൾ വീട്ടിൽ നിന്നല്ല, വീടിൻ്റെ പരിസരങ്ങൾ, നാടും വീടും ജില്ലയും ഒക്കെ വിട്ടു പോകും കേട്ടോ. വളരെ എഫക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. ഒറ്റ പ്രാവശ്യം ചെയ്ത് വെച്ചാൽ നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ എൻ്റെ അരകലിൻ്റെ ചുവട്ടിലാണ് കൊണ്ടുവച്ചേക്കുന്നത്. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ട് ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. നമുക്കിത് ഒരു ബൗളിലേക്ക് കുറച്ച് ആ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. അതേ അളവിൽ തന്നെ വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇതിന് നമുക്ക് ബേക്കിംഗ് സോഡയും വിനാഗിരിയും അത്യാവശ്യമാണ്. നമ്മുടെ വീടുകളിൽ കിച്ചൺ സിങ്കൊക്കെ ഇടയ്ക്ക് ബ്ലോക്ക് ആകാറുണ്ട്. അതുപോലെ തന്നെ ബാത്റൂം ഒക്കെ ക്ലീൻ ചെയ്യാൻ നല്ലതാണ്. മഞ്ഞക്കറ പിടിച്ചെടുക്കാൻ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് കല്ലുപ്പൂടി ഇട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നിട്ട് നമ്മുടെ സിങ്ക് എത്ര ഉപ്പുകറ പിടിച്ച സിങ്കാണെങ്കിലും വെട്ടിത്തിളങ്ങാനും അതുപോലെ തന്നെ ചെറിയ ചെറിയ ബ്ലോക്ക് മാറാനും വളരെ നല്ലതാണ്. ഇത് നമ്മൾ കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചെറു ചൂടോടുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ബ്ലോക്ക് എല്ലാം മാറുന്നതാണ്. അതുപോലെ തന്നെ ആ കറ പിടിച്ചിരിക്കുന്ന എല്ലാം പോകുന്നതാണ്. ഇതുകൊണ്ടൊന്ന് നമുക്ക് സൊല്യൂഷൻ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ചള്ളായി പോകത്തൊന്നുമില്ല. നമ്മൾക്ക് എപ്പോഴും എടുത്ത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം. അതുപോലെ നമ്മുടെ ടോയ്ലറ്റ്, ബാത്റൂം, ക്ലോസറ്റ് ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ വളരെ നല്ലതാണ്. ഹാർപ്പിക്കിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, നമുക്കിത് മാത്രം മതി. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഇന്നത്തെ പ്ലാവില കൊണ്ടുള്ള ടിപ്പുകൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.